സപ്തഭാഷകളുടെ സംഗമവേദിയാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എക്കാലവും ഇടതുപക്ഷത്തെ തുണച്ചിട്ടുള്ളതാണ്. എങ്കിലും ചില അടിയൊഴുക്കുകളുടെ ഫലമായി CPMന്റെ വൻ നേതാക്കൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ തോറ്റിട്ടുമുണ്ട്. അത്തരത്തിൽ ഒരാളാണ് EK നായനാർ. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനോട് EK നായനാർ തോറ്റ ചരിത്രം കാസർഗോഡിനുണ്ട്. AK ഗോപാലനും EK നായനാരും P കരുണാകരനും ഒക്കെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇടതുപക്ഷ നേതാക്കളാണ്. എന്നാൽ ഇന്ന് കാസർഗോഡിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളും ചേരുന്നതാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. പെരിയ ഇരട്ട കൊലപാതകവും ശബരിമല സ്ത്രീ പ്രവേശനവും ഒക്കെയാണ് 2019 കൊല്ലംകാരനായ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന സ്ഥാനാർത്ഥിയെ ഇപ്പോഴും പ്രസക്തനായി നിലനിർത്തുന്നത്. രാഷ്ട്രീയമായി കോൺഗ്രസിന് ഏറെ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് കാസർഗോഡ്. മഞ്ചേശ്വരവും കാസർഗോഡും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ MLA മാരാണ് വിജയിച്ചിട്ടുള്ളത്. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും ഭരിക്കുന്നതും ഇടതുപക്ഷം തന്നെയാണ്. അങ്ങനെ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഏറെ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ്. 2019 ഒരു ദേശാടനക്കിളിയായി കാസർഗോഡ് മത്സരിക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ എതിരിട്ടത് KP സതീഷ് ചന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ 40,438 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് സ്ഥിതി ഏറെ മാറിയിരിക്കുന്നു. ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. എന്നാൽ CPIM KP സതീഷ് ചന്ദ്രനെ മാറ്റി കൂടുതൽ ജനസ്വീകാരനായ MV ബാലകൃഷ്ണനെയാണ് മത്സരിപ്പിക്കുന്നത്. BJP ആകട്ടെ അവരുടെ മുൻകാല ശക്തി കേന്ദ്രത്തിൽ ML അശ്വിനിയെ മത്സരിപ്പിക്കുന്നു. BJPക്ക് കാര്യമായ വോട്ട് വിഹിത വർധനവ് ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. CPM ആകട്ടെ തികഞ്ഞ രാഷ്ട്രീയ മത്സരമാക്കിയാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആകട്ടെ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടുകൾക്കൊക്കെ പുറത്തേക്ക് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മത്സരം തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് നടത്തിയത്. ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ BJPയുടെ രാഷ്ട്രീയം. CAA, UAPA അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതുമാത്രവുമല്ല, കാസർഗോഡിന് ഒരു എയിംസ് എന്ന വാഗ്ദാനം രാജ്മോഹൻ ഉണ്ണിത്താന് ഇതുവരെയും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ നിരവധി ആരോഗ്യ മേഖലയിലെയും വികസന മേഖലയിലെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ മതപരമായ വിഷയങ്ങളൊക്കെ കാസർഗോഡ് ചൂടൻ ചർച്ചകൾക്ക് കാരണമായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്.